മുമ്പുള്ളൊരവസ്ഥയിൽ നേരെ ഓപ്പോസിറ്റ് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നടന്ന സന്തോഷം എങ്ങനെ ഫീലിംഗ്? നമ്മൾ ഇത്രയും വലിയൊരു പോരാട്ടം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന കരുതിക്കൊണ്ടല്ല നമ്മൾ ഇവിടുന്ന് പോകുന്നത്. രണ്ടുപേര് സ്വാഭാവികമായും നമ്മുടെ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അവർ ജയിലിലാക്കപ്പെട്ടു. നമ്മൾ കരുതുന്നത് കാരണം അവിടെ അവർക്ക് അങ്ങനെ അധികം ആളുകളോ ബന്ധുക്കളോ ഒന്നും ഇല്ലാത്തൊരു പ്രദേശമാണ്. അവരുടെ സന്യാസ സഭയും അതുപോലെ തന്നെ അവിടെ മിഷനുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഛത്തീസ്ഗഡിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്, ഞാൻ നേരത്തെ ഛത്തീസ്ഗഡിൽ വളരെയധികം നാൾ പ്രവർത്തിച്ച് പരിചയമുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി അവർക്ക് ഈ കന്യാസ്ത്രീകൾ രാജസ്ഥാനിൽ അവിടെ ആഗ്രയിൽ നിന്നും അതുപോലെ തന്നെ ജബൽപൂരിൽ നിന്നുമൊക്കെ അവിടെ എത്തിച്ചേർന്നതാണ്. അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് അവർ ജയിലിലേക്ക് ആക്കപ്പെട്ടത്. അപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള നമുക്ക് വലിയൊരു ആശങ്കയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി നമ്മളിവിടെ നിന്ന് ഫോൺ വിളിക്കുമ്പോഴൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വിവരമൊന്നും കിട്ടുന്നില്ല. കാരണം ആർക്കും ഒരു എന്താണ് എക്സാക്ട്ലി സംഭവിച്ചത്, എന്താണ് അവിടെ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ വന്നു. ഞാൻ ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ഞാനിവിടെ വന്നു. അതിനുശേഷം അന്നേ ദിവസം നമ്മളവിടെ ഛത്തീസ്ഗഡിൽ ഞാൻ ബന്ധപ്പെടാൻ സാധിക്കുന്ന പല ആളുകളെ ബന്ധപ്പെട്ടു. അപ്പോഴൊന്നും കൃത്യം വിവരങ്ങളില്ല. ഞാൻ രണ്ടാമതും പിന്നീട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മളവിടെ പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നി. അങ്ങനെ ഞാൻ പിന്നെ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. ഞാൻ പോവുകയാണ് ഉണ്ടായത്. ഞാൻ നേതാക്കന്മാരോട് സംസാരിച്ചു. KPC പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ തന്നെ ശ്രീ KC വേണുഗോപാലിനോടും ഒക്കെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാനിങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിർബന്ധമായിട്ടും പോകണം, കാരണം അവിടെ ചെന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു. ഞാനങ്ങനെ പോവുകയാണ് ഉണ്ടായത്. പിന്നെ അവിടെ ചെന്നു ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആദ്യം ഇവരെ ചെന്ന് കണ്ടപ്പോൾ ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. കാരണം അവരാ സംഭവം മുഴുവനും അന്നേ ദിവസം അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവനും ഈ രണ്ട് സിസ്റ്റേഴ്സും ഞങ്ങൾ ജയിലിൽ കണ്ടപ്പോൾ ഞങ്ങളോട് അവർ വിശദീകരിക്കുകയുണ്ടായി. അത് ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ടാക്കി, മനസ്സിൽ തട്ടിയ കാര്യങ്ങളാണ്. പിന്നെ എന്തായാലും അത് നീതി ലഭിക്കണം, അവർക്ക് പുറത്ത് കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി. സെഷൻസ് കോടതിയിൽ കിട്ടുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്. അവിടെയും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ കാരണം അവിടെ ബജ്രംഗളിൻ്റെയൊക്കെ പ്രവർത്തകർ കോടതിയുടെ മുമ്പിൽ വന്ന് വലിയ ധർണയൊക്കെ നടത്തി, മുദ്രാവാക്യം വിളികളും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അവിടുന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടായി. പക്ഷെ എന്തായാലും ഒടുവിൽ സത്യം ജയിച്ചു. വളരെ സന്തോഷമുണ്ട്. തിരിച്ച് നമുക്ക് ഇവരുടെ ഇടയ്ക്ക് ഞങ്ങൾ വിളിക്കാറുണ്ട്. വിളിച്ച് ഇവിടെ വീട്ടുകാരായിട്ട് ഇവരുടെ സിസ്റ്ററുടെ സഹോദരങ്ങൾ, അവരുടെ ബന്ധുക്കൾ, അപ്പച്ചനും അമ്മച്ചി എല്ലാവരുമായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും ബന്ധപ്പെടുക. അവരൊക്കെ ഇങ്ങനെ അവർക്ക് വലിയ അവരുടെ ആശങ്ക നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ അവരോട് പറയുന്നുണ്ട് നമ്മൾ ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും ഒടുവിൽ നമുക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടായി. ഇത്രയും ദിവസം നിങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ പബ്ലിക്കിന് മൊത്തമുള്ളൊരു ചോദ്യമാണ്, ലാസ്റ്റ് മിനിറ്റിൽ ക്രെഡിറ്റ് എടുക്കാൻ വന്ന ആൾക്കാർക്ക് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എങ്ങനെ അവരെ വിലയിരുത്തുന്നതാണ്? അല്ല, ഇത് ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളൊരു കാര്യമൊന്നുമല്ലല്ലോ. ഇതൊരു മത്സരമൊന്നും അല്ലല്ലോ. ഇവിടെ ഒരു നീതി നിഷേധം ഉണ്ടായി. നിരപരാധികളായിട്ടുള്ള രണ്ട് കന്യാസ്ത്രീകൾ ജയിലിലടയ്ക്കപ്പെട്ടു. അവർ ഒരു അന്യദേശത്ത് ഏതാണ്ട് 53ഓളം തടവുകാരോടൊപ്പം ഒരു സെല്ലിനകത്ത് കഴിയുക എന്ന് പറഞ്ഞാൽ അത്രയും വളരെ ദയനീയമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ അവരെ നമ്മൾ പുറത്ത് കൊണ്ടുവരിക, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുക എന്നുള്ളതാണ്. ഇതൊരു മത്സരമൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ക്രെഡിറ്റിൻ്റെ ഒന്നും വിഷയമില്ല. ഇവിടെ ഒടുവിൽ അവിടെ നീതി നടത്തപ്പെട്ടു എന്നുള്ളതാണ്. ഇത് പൂർത്തിയായിട്ടില്ല. നമുക്ക് ഇത് FIR കോഷ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കണം. ഇതിനകത്ത് യഥാർത്ഥ കുറ്റവാളികൾ എന്ന് പറയുന്നത് ഈ ബജ്രംഗ് പ്രവർത്തകരാണ്. അവരാണ് പോലീസ് സ്റ്റേഷനിൽ അതിക്രമം നടത്തിയതും അവരെ തല്ലുകയും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുകയും എല്ലാ അതിക്രമവും നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിക്രമം നടത്തിയ കുറ്റം ചെയ്ത ബജ്രംഗ് ദളുകാർ പുറത്തും നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകൾ അകത്തും എന്ന സ്ഥിതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ആ ഒരു നീതി ഉറപ്പുവരുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, നിരപരാധികളായിട്ടുള്ള ആളുകളെ രക്ഷിക്കപ്പെടണം എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് തുടരും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊരു ക്രെഡിറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല. നമുക്കെല്ലാവർക്കും ഇതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരിയേറെ ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരിയേറെ ആളുകൾ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ മിടുക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആരുടെയും മിടുക്കൊന്നുമല്ല. ഇതിനകത്ത് നിരവധി ആളുകൾ ഇതിനകത്ത് പരിശ്രമിച്ചിട്ടുണ്ട്. സഭാ നേതൃത്വമൊക്കെ നിരന്തരം ബന്ധപ്പെടാറുണ്ടായിരുന്നു. ഞങ്ങൾ അവരുമായിട്ടൊക്കെ ഇവിടെ നമ്മുടെ നമ്മുടെ ഇടവകയിലെ വൈദികർ മുതൽ നമ്മൾ സഭയുടെ നേതൃത്വത്തിലുള്ള നിരവധി ആളുകൾ, പിതാക്കന്മാർ എല്ലാവരും ഈ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത് നമ്മുടെ ഒരു കൂട്ടായ പരിശ്രമം ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് മാധ്യമങ്ങളുടെയൊക്കെ ഭാഗത്ത് നല്ല പിന്തുണയാണ് ലഭിച്ചത്. മാധ്യമങ്ങൾ ഇതിന് നല്ലൊരു പിന്തുണ കൊടുത്തോടുകൂടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ വലിയൊരു പിന്തുണ ഈ കാര്യത്തിലുണ്ടായി. അപ്പോൾ പിന്നെ എല്ലാവരും ആഗ്രഹിച്ചു ഒരു നിമിഷം നേരത്തെ അവർ പുറത്തു വരണം എന്നുള്ളത്.
അപ്പോൾ സ്വാഭാവികമായും അതിനാവശ്യമായിട്ടുള്ള എല്ലാവരുടെയും സഹകരണം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. ഇതിൽ പ്രത്യേകിച്ച് ഒരു ക്രെഡിറ്റ് ഒന്നും ഞാൻ ആർക്കും അങ്ങനെ ഉദ്ദേശിക്കുന്നു. ഒറ്റ കാര്യം കൂടി, ഈ മണ്ഡലത്തിലെ എല്ലാവർക്കും സുപരിചിതനാണ്, എല്ലാ വീടുകളിലും ഒരു അംഗത്തെ പോലെ, പക്ഷേ ഈ കുടുംബമായിട്ട് ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ഇപ്പോൾ അല്ല, ഇത് കുടുംബം ഞാൻ വളരെ അടുപ്പമുള്ളൊരു കുടുംബം തന്നെയാണ്. ഞാൻ ഇതിവിടെ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു എന്താ പറയുന്ന ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമുള്ളൊരു കുടുംബമല്ല. ഇവിടെ ബൈജു ആയാലും അതുപോലെ തന്നെ ഇവിടെ റൈജി ആയാലും അതുപോലെ ഇവിടെ നിരവധി ആളുകൾ ഞാൻ ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു സ്വന്തം കുടുംബം തന്നെയാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. അത് ഇത് ഇതിന് നേരത്തെ ആയാലും ഇപ്പോഴായാലും മുന്നോട്ടായാലും എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്.